ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആക്ച്വലി ഇന്ന് ഈ ബുക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറേ ദിവസമായി ബുക്ക് എടുത്തിട്ട്. ഇത് ഞാൻ ആദ്യം വാങ്ങിയതായിരുന്നു. ഓക്കെ ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് നമ്മുടെ ബുക്കിൽ നിന്ന് ചോദിക്കാം. നിങ്ങൾക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ്, ഓക്കെ, നിങ്ങളുടെ മൈൻഡിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കുക എന്താ വേണ്ടതെന്ന്. ബുക്കിൽ നിന്ന് നമുക്ക് ആൻസർ ചോദിക്കാം, യൂണിവേഴ്സിൽ നമുക്ക് ആൻസർ ചോദിക്കാം, ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് യൂസ് ചെയ്യാം നമുക്കിതൊക്കെ. ഓക്കെ, ഗൈഡൻസ് മെസ്സേജസ് എടുക്കാം. ടാരോ എടുക്കുന്നില്ല, ടാരോ എനർജി നോക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ബുക്കിൽ നിന്ന് ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ വെക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ ആൻസേഴ്സ് യെസ് ഓർ നോ അല്ല, ഇതിലും ആക്ച്വലി ഗൈഡൻസ് മെസ്സേജ് തന്നെയാണ് കിട്ടുക. സോ എന്തും ചോദിക്കാം നിങ്ങൾക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ആലോചിച്ചോളൂ, ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ മൈൻഡിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ മൈൻഡിൽ നല്ലോണം റിപ്പീറ്റ് ചെയ്യുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, ഒരു നല്ലൊരു ഉത്തരം നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് തരാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ചിലപ്പോൾ ഒരു പേജിൽ എനിക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടി. എന്തായാലും നമുക്ക് കാർഡ് കൂടി നോക്കാം, എന്നിട്ട് ഞാൻ പറയാം ബാക്കി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഓക്കെ ഓക്കെ ബി ഡിലൈറ്റ്ഫുള്ളി ഷുവർ ഓഫ് ഇറ്റ് എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ സന്തോഷത്തോടെ, ഓക്കെ, നിങ്ങൾക്കൊരു നല്ലൊരു പോസിറ്റീവ് ആയിരിക്കും, ഷുവർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതും വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഡിലൈറ്റ്ഫുള്ളി ഷുവർ, നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് ഉറപ്പിച്ചോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് കറക്റ്റ് വേർഡ്, അതാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഉറപ്പിച്ചോളൂ, യെസ്, ഇതിലൊരു യെസ് ആൻസർ ആണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്നാണ് പറയുന്നത്. അത്രയും സന്തോഷത്തോടെ, എന്താ പറയുക, ഒരു സന്തോഷം എന്നല്ല, എക്സൈറ്റ്മെന്റോടെ നിങ്ങൾക്ക് യെസ് എന്ന് പറയാം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യന് ബി ഡിലൈറ്റ്ഫുള്ളി ഷുവർ ഓഫ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിതിന്റെ ഗൈഡൻസ് കൂടെ നോക്കാം. ഒറാക്കിൾ മെസ്സേജസ് കൂടി നോക്കാം. ഒറാക്കിൾ മെസ്സേജസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ബിലീവ് ഇൻ യുവർ സെൽഫ്, ലൈഫ് ഇസ് സ്പീഡിങ് അപ്പ് ആൻഡ് ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. യെസ്, ഓക്കെ, ലെറ്റ് ഇറ്റ് ഷൈൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ ആക്ച്വലി നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ വളരെ മനോഹരമാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക. നിങ്ങൾ അതിൽ വിശ്വസിക്കുക, വിശ്വാസം വെക്കുക, അവനവനിൽ വിശ്വാസം വെക്കുക. ഓക്കെ, ആൻഡ് ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്, അത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉള്ളതിൽ നിങ്ങൾ ഒരു റിസ്ക് എടുത്തിട്ടായാലും തയ്യാറാവുക എന്നാണ് പറയുന്നത്. ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് അതിനൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ്, യെസ് ആണ് പറയുന്നത്. അതിന് വേണ്ടത് ആദ്യം നിങ്ങൾ ബിലീഫ് ഇൻ യുവർ സെൽഫ് ആണ്. നിങ്ങൾ അവനവന്റെ വാല്യൂ മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ കുറ്റങ്ങളും കുറവുകളോടും കൂടി തന്നെ ഞാനൊരു ബെസ്റ്റ് പേഴ്സൺ ആണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മാക്സിമം ബെസ്റ്റ് ഞാൻ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ട്രസ്റ്റ്, ബിലീഫ് അവനവനെ വെക്കുക. നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ സപ്പോസ് നമ്മളൊരു ജോലിയുടെ കാര്യത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസം വേണം, യെസ്, ഞാൻ ബെസ്റ്റ് ആണ് എന്നുള്ളത്. മറ്റുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവും, കോമ്പറ്റീഷൻസ് ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തോന്നരുത്, അയ്യോ അവരൊക്കെ എന്നെക്കാളും വളരെ പഠിച്ചിട്ടുണ്ട്, കൂടുതൽ പഠിച്ചിട്ടുണ്ട്, അവർക്ക് വേറെ ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താവും? നിങ്ങളുടെ കോൺഫിഡൻസ് ഡൗൺ ആവും, അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതാണ്, നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, ആ കഴിവ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള വിശ്വാസം നിങ്ങൾ അവനവന്റെ മേലെ വെക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, യെസ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അത് ചെയ്താൽ സക്സസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്പേഴ്സ് എന്തായാലും എടുത്ത സ്ഥിതിക്ക് ഇതിൽ 46, അപ്പൊ 10 ആണ്, 33, 2, 57, 12 അല്ലേ, 12 ആണ്. സോ 3 അഗൈൻ, അപ്പൊ 3 ഇവിടെ ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 1 2 3 ആണ്. സോ ഒരു പ്രോഗ്രസ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മൂവ്മെന്റ് മുന്നോട്ട് വരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് വളരെ പോസിറ്റീവായിട്ട് അതിലൊരു ആൻസർ നിങ്ങൾക്ക് യെസ് ആൻസർ ആണ്. എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും, നിങ്ങളൊരു പേഴ്സന്റെ മുമ്പിൽ നിങ്ങൾ അവനവനെ ലൈക്ക് എനിക്ക്
മാരേജ് ചെയ്യണം ഒരാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം അവനവനെ ട്രസ്റ്റ് ചെയ്യണം, എന്നിട്ട് അവർ നിങ്ങളെ സ്വീകരിക്കും. ബിക്കോസ് നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണ് എന്നുള്ള ട്രസ്റ്റ് നിങ്ങൾ അവനവനെ ബിലീഫ് വെക്കാം. ഓക്കെ, എന്നാലേ മറ്റുള്ളവരും അത് കാണുള്ളൂ അല്ലെ. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ അവനവനെ ഡൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരും നിങ്ങളെ ഡൗട്ട് ചെയ്യും. ഓക്കെ, അതങ്ങനെയാണ് നടക്കുക, എനർജി അങ്ങനെയാണ്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ മൈൻഡിൽ ഒന്നുമില്ലെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, അല്ല നിങ്ങൾക്ക് ഒന്ന് കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പൊക്കോളൂ വീഡിയോ, കുഴപ്പമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ദിസ് ഇസ് എ ഗുഡ് ടൈം ടു മേക്ക് എ ന്യൂ പ്ലാൻ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് മേ ബി ഒന്ന് മാറ്റേണ്ട കാര്യം ഉണ്ടാവാം, ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവാം. ഒരു പുതിയ പ്ലാൻ, മേ ബി ജസ്റ്റ് പുതിയ പ്ലാനായിട്ട് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഓക്കെ, അത് നല്ല സമയമാണ്, അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള നല്ല സമയമാണ്. അല്ല, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി ചിന്തിക്കുക, വേറൊരു പ്ലാൻ ഉണ്ടാക്കുക എന്ന രീതിയിലും എടുക്കാം. ഓക്കെ, ഒരു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് അത് ചെയ്യാനുള്ള സ്റ്റെപ്സും പ്ലാനും ഒക്കെ ഒന്നുകൂടി ആലോചിക്കാം, ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുള്ള ഒരു നല്ല സമയമാണ് എന്ന് പറയുമ്പോൾ മീൻസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ വർക്കൗട്ട് ആവുന്നില്ല, വേറെ പ്ലാൻ ആക്കൂ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാൻ തുടങ്ങുകയാണെങ്കിൽ യെസ്, അതിന് നല്ലൊരു സമയമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും ആവാം. ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി കാർഡ് നോക്കാം. ഇതിലെന്താ പറയുന്ന ഫോക്സ് സ്പിരിറ്റ്, തിങ്ക് ഓൺ യുവർ ഫീറ്റ്. ഞാൻ തിരിച്ചു പിടിച്ചു. ഓക്കെ, വെയിൽ സ്പിരിറ്റ്, ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററി. Rabbit spirit, now is a lucky time. Yes, good. Again, believe in yourself. Same, first I think ഫസ്റ്റ് റീഡിംഗ് കാരനെ ആയിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടാവാം. നിങ്ങളോട് പറയുന്നത് അവനവന്റെ മേലെ നിങ്ങൾ ട്രസ്റ്റ് വെക്കാം. ഇപ്പൊ സെയിം കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാലും അല്ല വേറെ കാര്യത്തിനെ കുറിച്ചായാലും നിങ്ങളോട് പറയുന്നത് ആ കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഓക്കെ, നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക ആദ്യം. ആ പ്ലാൻ, ഒരു പുതിയ പ്ലാൻ ഇപ്പൊ തുടങ്ങാനാണ് പറയുന്നത്. സോ ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അവിടെ വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കൂ, പുതിയ പ്ലാൻ ഉണ്ടാക്കൂ. തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറയുന്നുണ്ട്. ചേഞ്ചസ് വരുന്നു എന്ന് നമ്മൾ ഓക്കെ ഫസ്റ്റ് റീഡിംഗിൽ പറഞ്ഞു. എനിവേ പോട്ടെ, നിങ്ങളുടെ ലൈഫ് ഐ മീൻ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയില്ലേ ചില തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാൻ മാറ്റേണ്ടി വരും. ഓക്കെ, തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മാറ്റം വരുന്നതിൻ്റെ ഒപ്പം നമ്മൾ വേഗം ചിന്തിച്ച് അടുത്ത കാര്യം ആലോചിക്കുക എന്ന രീതിക്കാണ് പറയാം. അതായത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചാടാൻ പെട്ടെന്ന് മുമ്പിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിന് ചാടണം അല്ലെ, പെട്ടെന്ന് ചാടേണ്ടി വരും. സോ ആ തരത്തിൽ അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അതിൽ പോയിട്ട് ഇടിക്കും അല്ലെ. ആ ഇടിക്കാതെ പെട്ടെന്ന് അവിടെ നമ്മൾ ഒന്നിങ്ങനെ വഴി ഇങ്ങനെ മാറണോ, ജമ്പ് ചെയ്യണോ, എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പെട്ടെന്ന് ക്വിക്ക് തിങ്കിങ് പറ്റണം നമുക്ക്. ഫോക്സ് വളരെ സ്മാർട്ടാണെന്ന് പറയും അല്ലേ, അങ്ങനെ ആ സ്മാർട്ട് ആവുക എന്നാണ് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കണം എന്ന് ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, പെട്ടെന്ന് അല്ലാതെ ഇരുന്ന് കരഞ്ഞു തീർത്ത് അയ്യോ എനിക്ക് മുമ്പിൽ അത് വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുക എന്നല്ല, ആ വരുന്നതിനെ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ വെയിൽ സ്പിരിറ്റ്, ട്രസ്റ്റ് ദ ഗ്രേറ്റ് മിസ്റ്ററി. ഓക്കെ, ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മുമ്പിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വരാം, ഒരു മതിലോ ഒരു വേലിയോ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ റോഡിൽ ഒരു കുഴിയോ പെട്ടെന്ന് വരും. ഓക്കെ, പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു മിസ്റ്ററിയാണ്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങൾ ഒരു മിസ്റ്ററിയാണ്. പക്ഷെ ആ തടസ്സങ്ങളെ നമ്മൾ മറികടക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആവുകയാണ്, നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും സക്സസ് കൂടുതൽ വരാനുള്ള ചാൻസ് ആണ് കിട്ടുന്നത്. ട്രസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ആ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാര്യത്തിനായിരിക്കും എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. റാബിറ്റ് സ്പിരിറ്റ്, നൗ ഇസ് എ ലക്കി ടൈം, നിങ്ങൾക്ക് ലക്കാണ് വരുന്നത്. അതാണ് പറഞ്ഞത്. ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ പ്ലാൻ എന്തെങ്കിലും ചെയ്താൽ അത് നല്ലോണം നടക്കാനുള്ള ടൈമാണ്, ബിക്കോസ് നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാം. അഗെയിൻ നമ്പേഴ്സ് ഇവിടെ 27, സോ 9, 65, അപ്പോൾ 11 അല്ലെങ്കിൽ 2, 9, 49. എൻ്റെ തല തിരിഞ്ഞു പോയോ, ഞാൻ 94 വായിക്കാറുണ്ട്. ഓക്കെ, 49, 94. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മാച്ച് ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, ചിലപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ, 49 പറയുമ്പോൾ 13 അല്ലേ, 13, 4. ഓക്കെ, 9, 11 പറയുമ്പോൾ 2. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഈ ആക്ച്വലി ഇത്ര നമ്പർ ഓഫ് ഡേയ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാമെന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ 49ഉം ഇതൊന്നുമല്ല, മേ ബി നിങ്ങളുടെ വല്ല ലോങ് ടേം പ്ലാൻ ആണെങ്കിൽ യെസ് അത്ര ദിവസവും എടുക്കാം, 65 ദിവസവും എടുക്കാം, 49 ദിവസവും എടുക്കാം. അല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ പോലെ 11, 2, 13 ഇതൊക്കെ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാം, ആ ഡേറ്റിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാം, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, സോ ആ തരത്തിൽ കൂടി നമുക്ക് കണക്കാക്കാൻ പറ്റും ഈ നമ്പേഴ്സിനെ. ഓക്കെ,
ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ ഓക്കെ, നിങ്ങൾ തേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തു ആവാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ആൻസർ, നല്ലൊരു ആൻസർ യൂണിവേഴ്സിൽ നിന്ന് കിട്ടാൻ പ്രാർത്ഥിക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഓ യോ കഷ്ടം. കൗണ്ട് ടു 10 ആൻഡ് ആസ്ക് അഗെയിൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, മേ ബി. ഓക്കെ, ഒരിക്കൽ കൂടെ ചോദിക്കാനാ പറയുന്നത് കേട്ടോ. ഒരു 10 വരെ കൗണ്ട് ചെയ്തിട്ട് ആദ്യം ചോദിക്കുന്നത് വെച്ചാൽ ഒന്നും കൂടി ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് ചോദിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ഒന്നുകൂടി ശാന്തമാവുക, മനസ്സിനെ കാമാക്കുക. ഓക്കെ, ഒന്നുകൂടി നിങ്ങളുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യൂ, ഞാനും ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ആസ്ക് അഗെയിൻ എന്ന് പറയുന്നുണ്ട്. ഇത് ചെയ്തേക്കാം. ആക്ച്വലി അതെ, ഞാനും ലേശം ഒന്ന് ഓക്കെ, ക്വസ്റ്റ്യൻ മൈൻഡിൽ കൊണ്ടുവന്നോളൂ, ആലോചിക്കും നന്നായിട്ട് അതിനെക്കുറിച്ച്. ക്ലിയർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഒന്നുകൂടി നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത് എന്നൊന്നുകൂടി ആലോചിച്ചിട്ട് ചോദിക്കും. ഓക്കെ ഓക്കെ, ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, കീപ് ഇറ്റ് ടു യുവർ സെൽഫ്. ഓക്കെ, ഇത് പറയുന്നത് സീക്രട്ട് ആക്കി വെക്കുക എന്നാണ്. ഓക്കെ, എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ രഹസ്യമായിട്ട് തന്നെ വെക്കൂ, ഇപ്പൊ ആരോടും പറയണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത്, നിങ്ങൾ എന്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടായോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നിങ്ങൾ ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ, എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണോ, എന്ത് തന്നെ ആയാലും ശരി, ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഉള്ള കാര്യം അത് നിങ്ങൾ പുറത്ത് ആരോടും പറയണ്ട. ഓക്കെ, ആ പ്ലാൻ നടന്നു കഴിയുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടുന്നവരെ, കാര്യങ്ങൾ ശരിക്കും കംപ്ലീറ്റ് ആവുന്നവരെ നിങ്ങൾക്ക് സന്തോഷമാണ് അല്ലേ, നിങ്ങൾക്ക് ഐ തിങ്ക് സന്തോഷമായ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട, ആരോടും പറയണ്ട. നിങ്ങളോട് പറയുന്നത് ഇപ്പൊ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കൂ, രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആക്ച്വലി ഇത് പറയാറുണ്ട്, നമ്മൾ നല്ലത് വരുമ്പോൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ശരിക്കും മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട എന്ന് പറയും. എത്ര തന്നെ നിങ്ങൾക്ക് പറയാൻ, വേറെ ആരോടും അഡ്വൈസും ചോദിക്കേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ കേൾക്കുക, നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് ചെയ്യാം. അത് നിങ്ങളെ ശരിക്കുള്ള വഴിക്ക് തന്നെ എത്തിക്കും, പേടിക്കേണ്ട. ഓക്കെ, മറ്റുള്ളവർ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ ഒപ്പീനിയൻസ് പറയാൻ തുടങ്ങും, ചിലവരെ കണ്ണുതട്ടലുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും വരും. സോ ഒന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ ഈ കാര്യം നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു സമാധാനമായില്ല, ഞാൻ ഒരു പേജ് കൂടി എടുക്കുന്നു, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഇതിന്. ഓഫ് കോഴ്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വേണ്ട. ഓക്കെ, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചോദിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. ഓഫ് കോഴ്സ് അത് നടക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ യെസ്, അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. അതിനെക്കുറിച്ച് ആരോടും പറയാൻ നിൽക്കണ്ട. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വല്ല നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ആണ്. സോ വേണ്ട, ആരോടും പറയണ്ട. ഓക്കെ, അത് കാര്യം നടക്കും, നിങ്ങൾ ഡൗട്ട് ചെയ്യണ്ട. നിങ്ങൾ വേറെ ആളോട് അഡ്വൈസ് ചോദിക്കാൻ പോകണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുന്ന കേൾക്കുക, യൂണിവേഴ്സിനോട് ചോദിക്കുക, ദൈവത്തിനോട് മാത്രം പറഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട. ഓക്കെ, ഇനി ഇതിനുകൂടി ഒന്ന് ഒറക്കിൾ മെസ്സേജസ്. പോർക്യുപൈൻ, ഹമ്മിങ് ബേർഡ് സ്പിരിറ്റ് ആൻഡ് നൈറ്റിംഗേൽ സ്പിരിറ്റ്. ഇത് അയ്യോ തമാശ, ഇത് 3 ഫയലിനും സെയിം മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളിൽ തന്നെ ബിലീഫ് വെക്കൂ, അതാണ് പറഞ്ഞത്. നിങ്ങൾ വേറെ ആരോടും പറയണ്ട, ആരോടും ചോദിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ കഴിവുള്ള പേഴ്സൺ ആണ്, നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള യു ആർ വർത്ത് ഇറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കിട്ടും, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും, നിങ്ങൾ ബിലീവ് ചെയ്യാം. ഓക്കെ, ഈ കാർഡ് 3 പേർക്കും 3 ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്, ഒരേ മെസ്സേജ്, ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, പോർക്യുപൈൻ സ്പിരിറ്റ്, ടൈം ഫോർ ദ ബിഗിനർ മൈൻഡ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഈ പോർക്യുപൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, അതിന്റെ മുള്ള എന്നല്ലേ പറയാ അല്ലെ, അത് ഇങ്ങനെ മറ്റുള്ളവരെ തറയ്ക്കാൻ പോലെ ഒന്ന് പ്രിപ്പയർ ആവുക. ഓക്കെ, നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് തോന്നുന്ന ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. ആരോടും പറയണ്ട. എന്താണോ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ഒന്നും ആരോടും ഡിസ്കസ് ചെയ്യേണ്ട. എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറയണ്ട. ഓക്കെ, അവനവനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. ഹമ്മിങ് ബേർഡ് സ്പിരിറ്റ്, ബി ഹിയർ നൗ. ഓക്കെ, നിങ്ങൾ ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ചെയ്യാം. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ച് വറി ചെയ്യേണ്ട. നിങ്ങൾ അതന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് തോന്നുന്നു, നടക്കുമോ ഇത്, നടക്കുമോ ഇത്, നടക്കുമോ, ഒരേ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത പോലെയുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഡൗട്ട് ചെയ്യേണ്ട, നിങ്ങൾ അവനവൻ്റെ ട്രസ്റ്റ് മാത്രം വെച്ചാൽ മതി, അവനവൻ്റെ കഴിവിൽ മാത്രം വിശ്വാസം വെച്ചാൽ മതി. നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ നിങ്ങൾ ആലോചിക്കുന്നത് അത് നടക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ,
ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴത്തെ എന്താണോ, ഇന്ന് എന്താണോ അതിനെ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, നാളെ എന്താവും, മറ്റന്നാൾ എന്താവും, അയ്യോ 10 ദിവസം കഴിഞ്ഞ് എന്താവും, 10 കൊല്ലം കഴിഞ്ഞ് എന്താവും, അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. പാസ്റ്റിൽ കഴിഞ്ഞതിനെ കുറിച്ചും ആലോചിക്കേണ്ട. ഓക്കെ, പാസ്റ്റിൽ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടാവാം, നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. അതൊന്നും, അതൊക്കെ പാസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ദിവസമല്ല അത് പാസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞു. ആ പേജ് അവിടെ കയറി കളഞ്ഞേക്കാം. മീൻസ് അത് തള്ളി വിട്ടേക്കാം, അതിനെക്കുറിച്ച് ഇനി ഓർത്തിട്ട് കാര്യമില്ല. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച ചില ലെസൺ ഉണ്ടാവും, അതിനെ മാത്രം എടുക്കാം, വേറൊന്നും എടുക്കരുത്. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് കൺട്രോൾ ഇല്ല, നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ല. എന്തിനെയാണ് നമുക്ക് കൺട്രോൾ ഇല്ല? ഇന്നത്തെ ദിവസത്തെയാണ്. അത് മാത്രം നിങ്ങൾ ചെയ്യുക. അത് ഞാൻ പറയുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് പോയി കാണുക. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ചില തടസ്സം വരും അല്ലെ. ആ തടസ്സത്തിന്റെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ എടുത്ത് ചെയ്യേണ്ടി വരും. എന്താണ് നെക്സ്റ്റ്, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, പ്രശ്നം വന്നു, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, ഓക്കെ ഇനി അതിന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയും. അതിന് നമ്മൾ എന്താ വേണ്ട? ആദ്യം പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് ആയിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ. അതാണ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കിനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ടെൻഷനാവും, പേടിയാവും അല്ലെ. നേരത്തെ തന്നെ നമ്മൾ അത് സപ്പോസ് ആലോചിക്കണം, ആ തടസ്സം വരും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ അങ്ങനത്തെ അതൊക്കെ വിടാം. തൽക്കാലം ഇന്നലെ ജീവിക്കാം. ഓക്കെ, ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നോക്കാം. നൈറ്റിംഗേൽ സ്പിരിറ്റ്, ലവ് ഇസ് ഓൾ അറൗണ്ട്. നിങ്ങളുടെ ചുറ്റും സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ ചുറ്റും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, വേറെ ആരും ഇല്ലെങ്കിലും യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, നമ്പേഴ്സ് അഗെയിൻ ഇവിടെ 48 ആണ്. ഇപ്പോൾ 12, 34, 7, 41, 5. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഡേറ്റ്സ് ആവാം, നമ്പേഴ്സ് ഇയർ ആവാം, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാം എന്നുള്ളതായിരിക്കാം. ഓക്കെ, 12 ദിവസത്തിൽ അല്ലെങ്കിൽ 5 ദിവസം, ചിലവർക്ക് 5 ദിവസത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതിനൊരു തുടക്കം കുറിക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡേറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡേറ്റ് ആവാം. 12 എന്നുള്ള ഡേറ്റ്, അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.